വൈറ്റ് കളറിലുള്ള സാരികൾക്കൊരു പ്രത്യേക എലഗൻസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാരിയുടെ കളക്ഷനാണ് എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ളതാണ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. നമ്മളിതിൽ ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്ന സിൽക്കി കോട്ടയാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഞാൻ ഉടുത്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതിലുള്ള ഫ്ലവേഴ്സിലാണ് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ ഫ്ലവേഴ്സിൽ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഈ ഔട്ട്ലൈൻ വരുന്ന റെഡും അകത്ത് പിങ്കുമാണ്. പിന്നെ ബാക്കി ലീവ്സിൻ്റെ പാറ്റേണൊക്കെ ഒരു ഗ്രീൻ കളർ ടോണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫാബ്രിക് സിൽക്കി കോട്ട, ഇതുപോലെ ഫ്ലോയി ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കാണ് ഇതിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് നമ്മൾ നല്ല വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ വൺ സൈഡാണ് ഈ എംബ്രോയ്ഡറി വന്നിട്ടുള്ളത്. അതും നല്ല ഒരു വീതിയിൽ ഈ ഒരു വീതി ഇതിന് വരുന്നുണ്ട്. പിന്നെ അതേപോലെ പല്ലു പോർഷനിലോട്ടും ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ എൻഡിലേക്ക് ടാസൽസും കെട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സ്, ഈ മിഡിൽ പ്ലീറ്റ്സ് ആണ്, അവിടെ എല്ലാം കവർ ചെയ്ത് ആ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാൻ. ഇനി അടുത്ത കളർ നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ആ ഒരു വർക്കിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഔട്ട്ലൈൻ മെറൂണും അകത്തൊരു റെഡ് കളറുമാണ്. ഇതും അതേ സെയിം പാറ്റേണിലുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. നമ്മൾ ഉടുക്കുമ്പോൾ വൺ സൈഡ് വിത്തൗട്ട് ബോർഡറും ഔട്ടർ സൈഡാണ് വിത്ത് ബോർഡറായിട്ട് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ലീവ് ചെയ്തിടാം, അല്ലെങ്കിൽ പ്ലീറ്റ് കുത്തിയിടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വരും. നല്ല എലഗൻ്റ് ആൻഡ് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇതുപോലെ വരും ഫുൾ റൗണ്ട് ആ വർക്കുമായിട്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ഒരു മിഡിൽ പോർഷനിലുള്ള ക്രോസ് സ്റ്റിച്ചിൽ ഒരു ഗ്രേ ടോൺ, അത് സിൽവറിഷ് ഗ്രേയും ഔട്ട്ലൈൻ ബ്ലാക്കുമാണ് വന്നിട്ടുള്ളത്. ബാക്കി ലീഫൊക്കെ അതേപോലെ തന്നെ സെയിം പാറ്റേൺ. പിന്നെ എല്ലാത്തിൻ്റെയും ടാസൽസ് കെട്ടിയേക്കുന്നത് അതിൻ്റെ ആ കോൺട്രാസ്റ്റ് കളറും വൈറ്റ് ത്രെഡും കൂടെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് എൻഡിലോട്ടുള്ള ടാസൽസ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഇതിൻ്റെ എല്ലാം ബ്ലൗസ് സെയിം ഫാബ്രിക് തന്നെയാണ്, വൈറ്റ് കളറിൽ തന്നെയുള്ള ബ്ലൗസാണ് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ബ്ലൗസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബ്ലൗസായിട്ട് തന്നെ ഇത് തന്നെ സ്റ്റിച്ച് ചെയ്തിടാം, അല്ല അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു മെഷീൻ വർക്കൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ ഇതിന് ചേരുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു ബ്ലൂയിഷ് ഗ്രേയോ ബ്ലാക്ക് ടോണോ അല്ലെങ്കിൽ ഈവൻ ഈ ഗ്രീൻ കളറോ ഒക്കെ മാച്ചിങ് ആയിട്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഞാൻ അടുത്ത ഷെയ്ഡ് നോക്കാം. ഇതിൻ്റെ ഔട്ട്ലൈൻ വന്നിട്ടുള്ള മജന്ത കളറിലാണ്, മിഡിൽ വന്നിട്ടുള്ള പീച്ച് കളർ. ഇപ്പോൾ ക്രോസ് സ്റ്റിച്ചിൽ കണ്ട് ഇതുപോലെയാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. സെയിം പാറ്റേൺ, പല്ലുവൊക്കെ അതേപോലെ തന്നെ വരും. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ പീച്ച് കളറോ അല്ലെങ്കിൽ ഒരു മജന്ത ബ്ലൗസ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കളർ ടോണൊക്കെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. ഇതാണ് നാലാമത്തെ കളർ ടോൺ. ഇനി ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കണ്ട ഈ സാരികളെല്ലാം പ്രീ ഓർഡർ കാറ്റഗറിയിൽ വരുന്നതാണ്. 15 to 20 ഡേയ്സിലായിരിക്കും പ്രോഡക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഡെസ്പാച്ച് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക, ഇല്ല ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ത്രൂവും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.